ലേസർ എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയാണ്. നേരത്തെയൊക്കെ സർജറി ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളത് ലൈറ്റ് എനർജി വെച്ച് സർജറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിഭാഗമായ ജനറൽ സർജറിയിൽ ലേസർ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലേസർ നമുക്ക് വെരിക്കോസ് വെയിൻ സർജറിയിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പൈൽസ് ഫിസ്റ്റുല പോലെ മലദ്വാരത്ത് വന്ന രോഗത്ത് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ നമുക്ക് പൈലോൺ ഐഡൽ സൈനസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോൾ പോലെയുണ്ട്, അതിൽ നീര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇങ്ങനത്തെ പ്രൊസീജിയറിലൊക്കെ നമുക്ക് ഈ ലേസർ സർജറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ആൾക്കാർ വിചാരിക്കുന്ന ഞരമ്പുകൾ തടിച്ച ഒരു രോഗമാണെന്ന്, പക്ഷേ അല്ല. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ദുഷ്ടരക്തം കാലിൽ കെട്ടിക്കിടക്കണ കൊണ്ട് വന്ന ഒരു രോഗമാണ്. അത് നമ്മൾ ഈ വെയിൻസിൽ വാൽവുകൾ ഡാമേജ് ആകുമ്പോൾ ഈ ദുഷ്ടരക്തം നമുക്ക് കാലിൽ കെട്ടിക്കിടക്കും. അതുകൊണ്ട് വന്ന ഓരോ മാറ്റങ്ങളാണ് നമ്മൾ ഈ വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാരുടെ കാലുകളിൽ കാണുന്നത്. കാലുകൾ കറുത്തു പോവുക, കാലിൽ നീരുണ്ടാകുക, ചൊറിച്ചിലുണ്ടാകുക, മുറിവുണ്ടായാൽ താമസമായിട്ട് ഉണങ്ങുക, ഇതൊക്കെ വന്നിട്ട് അതിൻ്റെ സിംറ്റംസ് ആൻഡ് സയൻസ് ആണ്. ഈ പ്രൊസീജിയറിൽ നമ്മൾ പണ്ട് ഈ വെരിക്കോസ് വെയിൻ സർജറി എന്ന് പറയുമ്പോൾ ഈ വെയിനെ നമ്മൾ ഓപ്പണായിട്ട് റിമൂവ് ചെയ്ത് കളയുമായിരുന്നു. ഇപ്പം നമ്മൾ സയൻസ് അഡ്വാൻസ് ആയതുകൊണ്ട് ഈ ലേസർ കൊണ്ട് കാലിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഇത് കരിയിച്ച് കളയുവാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് മുറിവൊന്നും കാണില്ല, പേഷ്യൻസിന് സ്റ്റിച്ചോ മാർക്കോ ഉണ്ടാകില്ല. രാവിലെ സർജറി ചെയ്തിട്ട് അന്ന് വൈകിട്ട് തന്നെ പേഷ്യൻസൊക്കെ നടന്നു തുടങ്ങാം. ഇതാണ് നമ്മൾ ഈ ലേസർ വെരിക്കോസ് വെയിൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്.